വെൽക്കം. ഇന്നത്തെ ക്ലാസ് കണ്ടീഷണൽ ക്ലോസസിനെ കുറിച്ചാണ്. കണ്ടീഷണൽ ക്ലോസസ് എന്ന് പറഞ്ഞാൽ ഈഫ് ക്ലോസസ്. എന്താ കണ്ടീഷണൽ ക്ലോസസ്? ഒരു കാര്യം സംഭവിച്ചാൽ മാത്രം സംഭവിക്കുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ വാഹനം ഓടിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ ശ്രദ്ധയോടെ വാഹനം ഓടിച്ചാൽ സേഫായി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തും, അല്ലേ? ശ്രദ്ധയോടെ ഓടിക്കുക എന്നതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അത് നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ അനുസരിച്ച്, അതായത് ശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തും എന്നതാണ്. ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ കണ്ടീഷൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഈഫ് എന്ന കൺജങ്ഷനാണ് ഉപയോഗിക്കുക. ഈഫ് ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോസസിന് നമ്മൾ ഈഫ് ക്ലോസസ് എന്ന് പറയും, അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസസ് എന്ന് പറയും. ഇത് പലതരത്തിലുണ്ട്. ഈ ക്ലോസസിനെ കുറിച്ച് ഇത് എങ്ങനെ യൂസ് ചെയ്യാം അതെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ എക്സാമ്പിൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വാഹനം ശ്രദ്ധയോടെ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് സേഫായി എത്തുമെന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നിങ്ങളാണ് സബ്ജക്റ്റ്, യു ആണ് സബ്ജക്റ്റ്. വാഹനം ശ്രദ്ധയോടെ ഓടിക്കുക എന്ന് എങ്ങനെ പറയും? ഡ്രൈവ് കെയർഫുള്ളി, അല്ലേ? യു ഡ്രൈവ് കെയർഫുള്ളി. ലക്ഷ്യസ്ഥാനത്ത് എത്തും. എത്തുക എന്ന് പറയുമ്പോൾ റീച്ച് അല്ലെങ്കിൽ അറൈവ്. എത്തും, വിൽ റീച്ച്. യു വിൽ റീച്ച്. ലക്ഷ്യസ്ഥാനം, ഡെസ്റ്റിനേഷൻ. യു വിൽ റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ സേഫ്ലി, സുരക്ഷിതമായി. ഇത് രണ്ടുമാണ് നമ്മുടെ ക്ലോസസ്. യു ഡ്രൈവ് കെയർഫുള്ളി, നിങ്ങൾ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. യു വിൽ റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ സേഫ്ലി. ഇനി നമ്മൾ ഇതിനെ ഈഫ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യും. ആ കണ്ടീഷൻ ഏതോ അതിൻ്റെ കൂടെയാണ് ഈഫ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക എന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വരുന്നത്? ഈഫ് യു ഡ്രൈവ് കെയർഫുള്ളി യു വിൽ റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ സേഫ്ലി. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ്സിന്റെ ടെൻസസ് ശ്രദ്ധിക്കുക. നമ്മൾ ഈഫ് ക്ലോസിൽ യൂസ് ചെയ്തിരിക്കുന്ന വെർബ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഡ്രൈവ് എന്നത് V1 ആണ്. V1 ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. മെയിൻ ക്ലോസിൽ, അതായത് കൺജങ്ഷൻ ഒന്നും ഇല്ലാത്ത ക്ലോസിൽ വന്നിരിക്കുന്ന ടെൻസ് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. വിൽ പ്ലസ് ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ വിൽ പ്ലസ് V1 ആണ് സിമ്പിൾ ഫ്യൂച്ചറിന്റെ ഫോം. ഇഫ് യു ഡ്രൈവ് കെയർഫുള്ളി യു വിൽ റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ. ഈ സെന്റൻസ് ഫസ്റ്റ് കണ്ടീഷണലാണ്. നമ്മൾ ഇതിനെ ടൈപ്പ് 1 കണ്ടീഷണൽ എന്നും പറയും. ഇങ്ങനെ 4 കണ്ടീഷണൽ ഉണ്ട്. 0 കണ്ടീഷണൽ, ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ, തേർഡ് കണ്ടീഷണൽ. ഇനി ഇതല്ലാതെ മിക്സഡ് കണ്ടീഷണൽസും ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നില്ല. മെയിൻ ആയ ഈ 4 കണ്ടീഷണൽ ഫോംസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ടൈപ്പ് 1 കണ്ടീഷൻ എപ്പോഴും നമ്മൾ റിയലും പോസിബിളും ആയ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾ വാഹനം ശ്രദ്ധയോടെ ഓടിക്കുകയാണെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്നുള്ള സാധ്യത വളരെ കൂടുതലാണ്, അല്ലേ? പിന്നെയും അപകടങ്ങൾ സംഭവിക്കാം. പക്ഷെ സാധാരണഗതിയിൽ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്ന ഒരാൾ അവരുടെ ലക്ഷ്യത്തിൽ എത്തേണ്ടത് തന്നെയാണ്. ഇങ്ങനെ റിയൽ ആയ ഹൈലി പോസിബിൾ ആയ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ടൈപ്പ് 1 കണ്ടീഷണൽ അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടീഷണൽ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് കണ്ടീഷണൽ ഈഫ് ക്ലോസിൽ എപ്പോഴും സിമ്പിൾ പ്രസന്റ് ആണ് വരാം. അതുപോലെ തന്നെ മെയിൻ ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുക വിൽ പ്ലസ് V1 ആണ്. വില്ലിന് പകരം നമുക്ക് സാഹചര്യത്തിനനുസരിച്ച് ക്യാൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ മേ ഉപയോഗിക്കാം. അതിനുശേഷവും V1 തന്നെ വേണം ഉപയോഗിക്കാൻ. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ടൈപ്പ് 1 കണ്ടീഷണലിന്റെ ഫോം ഇതാണ്. ഈഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്, മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, അതായത് വിൽ പ്ലസ് V1. ബസ്സിന് പോവുകയാണെങ്കിൽ ചിലവ് കുറവാണ്. ഇതെങ്ങനെയാ പറയുന്നത്? ഇവിടുത്തെ സബ്ജക്റ്റ് യു ആവാം അല്ലെങ്കിൽ വി ആവാം. നിങ്ങൾ പോവുകയാണെങ്കിൽ എന്നും നമുക്ക് പറയാം, നമ്മൾ പോവുകയാണെങ്കിൽ എന്നും പറയാം. നമുക്ക് സബ്ജക്റ്റ് വി ആയി എടുക്കാം. ബസ്സിന് പോകുന്നതിന് ഗോ ബൈ ബസ് എന്ന് പറയും. നമ്മൾ ബസ്സിന് പോവുകയാണെങ്കിൽ ഇഫ് വി ഗോ ബൈ ബസ്. അതാണ് നമ്മൾ ബസ്സിന് പോവുകയാണെങ്കിൽ. ചിലവ് കുറവാണ്, ഇറ്റ് ഈസ് ചീപ്പർ. ഇവിടെ സബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ ഇറ്റ് എന്ന ഒരു പ്രൊനൗണിനെ സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ചിലവ് കുറവാണ്, അതുകൊണ്ട് നമ്മൾ ഇറ്റ് ഈസ് ചീപ്പ് എന്നോ ഇറ്റ് ഈസ് ചീപ്പർ എന്നോ പറയാം. നമ്മളിവിടെ ചീപ്പർ എന്ന് പറയാൻ കാരണം നമ്മൾ മറ്റേതെങ്കിലും ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടുമായി കമ്പയർ ചെയ്തിട്ടായിരിക്കുമല്ലോ ഇത് പറയുന്നുണ്ടാവുക. കാറിന് പോകുന്നതിനേക്കാൾ ചീപ്പർ ആണ് ബസ്സിന് പോകുന്നത്. അങ്ങനെ പറയുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ചീപ്പർ എന്ന കമ്പാരറ്റീവ് ഫോം യൂസ് ചെയ്തത്. ഇറ്റ് ഈസ് ചീപ്പർ ഇഫ് വി ഗോ ബൈ ബസ്, അല്ലെങ്കിൽ ഇഫ് വി ഗോ ബൈ ബസ് ഇറ്റ് ഈസ് ചീപ്പർ. നമുക്ക് ഇഫ് ക്ലോസിനെ സ്റ്റാർട്ടിങ്ങിൽ വെക്കാം അല്ലെങ്കിൽ അവസാനം വെക്കാം. മീനിങ്ങിൽ ഒരു ഡിഫറൻസും വരില്ല. ഇഫ് ക്ലോസ് ആദ്യമാണ് വരുന്നതെങ്കിൽ നമ്മൾ ആ ഇഫ് ക്ലോസിന് ശേഷം ഒരു കോമ ഉപയോഗിക്കും എഴുതുന്ന സമയത്ത്. ഇഫ് ക്ലോസ് അവസാനമാണ് വരുന്നതെങ്കിൽ നമ്മളിങ്ങനെ യൂഷ്വലി കോമ യൂസ് ചെയ്യാറില്ല. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് 2 ക്ലോസിലും പ്രസന്റ് ടെൻസ് ആണ്. ഈസ് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വെർബാണ്. ഗോ എന്നതും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വെർബാണ്. ഇങ്ങനെ 2 ക്ലോസിലും സിമ്പിൾ പ്രസന്റ് ടെൻസ് വരുമ്പോൾ ഇത് 0 കണ്ടീഷനിലാണ്. ഇവിടെ ആക്ച്വലി പോസിബിലിറ്റിയെ കുറിച്ചല്ല പറയുന്നത്. ഇത് എപ്പോഴും യൂണിവേഴ്സലി ട്രൂ ആയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ 0 കണ്ടീഷനിൽ യൂസ് ചെയ്യുക. ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു സംഭവിക്കാൻ ഒരുപാട് സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞു.
സീറോ കണ്ടീഷണൽ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ, കാറിനേക്കാളും എന്തുകൊണ്ടും ബസ് ചീപ്പർ തന്നെയാണ്. അത് എപ്പോഴും ട്രൂ ആയ ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മളിവിടെ ഇഫ് വി ഗോ ബൈ ബസ് ഇറ്റ് വിൽ ബി ചീപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെന്റൻസ് തെറ്റൊന്നുമില്ല, അത് നമുക്ക് ഉപയോഗിക്കാം. അതായത് വേണമെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് കണ്ടീഷണലും യൂസ് ചെയ്യാവുന്നതാണ്, സീറോ കണ്ടീഷണലും ഉപയോഗിക്കാം എന്നർത്ഥം. കാരണം നമ്മൾ സീറോ കണ്ടീഷണൽ ഉപയോഗിക്കുന്ന വഴി നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് ഇത് എപ്പോഴും ട്രൂ ആയ സെർട്ടൻ ആയ ഒരു കാര്യമാണ്, പോസിബിൾ എന്നല്ല സെർട്ടൻ ആയ ഒരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സീറോ കണ്ടീഷണൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേറെയും ചില എക്സാമ്പിൾസ് നോക്കാം. ഐസ് ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? അത് ഉരുകും അല്ലേ? ഇത് യൂണിവേഴ്സലി ട്രൂ ആണ്, എപ്പോഴും ട്രൂ ആയ ഒരു കാര്യമാണത്. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽസ്. ഇവിടെയും നമ്മൾ രണ്ട് ക്ലോസിലും യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഹീറ്റ് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുന്ന വെർബാണ്, മെൽറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുന്ന വെർബാണ്. സബ്ജക്റ്റ് സിംഗുലർ ആയ ഇറ്റ് എന്ന പ്രൊനൗൺ ആയതുകൊണ്ടാണ് നമ്മളിവിടെ മെൽസ് എന്ന് പറയുന്നത്. മെൽറ്റിന് ശേഷം നമ്മളൊരു എസ് ആഡ് ചെയ്തു. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് വിൽ മെൽറ്റ് എന്ന് പറഞ്ഞാലും ശരിയാണ്, ഐസ് ഉരുകും എന്ന അർത്ഥത്തിൽ അങ്ങനെയും പറയാം. അതായത് നമുക്കിവിടെ ടൈപ്പ് 1 കണ്ടീഷണൽ അല്ലെങ്കിൽ ഫസ്റ്റ് കണ്ടീഷണലും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ ഇതൊരു യൂണിവേഴ്സലി ട്രൂ ആയ കാര്യമായത് കാരണം ഇവിടെ സീറോ കണ്ടീഷണലിന്റെ ആവശ്യമേ ഉള്ളൂ. സീറോ കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ക്ലോസിലും യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയായിരിക്കും. വേറെ എക്സാമ്പിൾ, നമ്മൾ കുറച്ച് ഓയിൽ എടുത്ത് വെള്ളത്തിൽ ഒഴിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓയിൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും അല്ലേ? വെള്ളത്തിൽ ഒഴിക്കുന്നതിന് അതെങ്ങനെയാ പറയുന്നത്? ഇഫ് യു പോർ സം ഓയിൽ ഓൺ വാട്ടർ അല്ലെങ്കിൽ ഇഫ് യു പോർ ഓയിൽ ഓൺ വാട്ടർ ഇറ്റ് ഫ്ലോട്ട്സ്. ഇവിടെ രണ്ട് ക്ലോസിലും യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. വെള്ളത്തിൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ എണ്ണ പൊങ്ങിക്കിടക്കും. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ, സ്നേഹം കൊടുത്താൽ സ്നേഹം ലഭിക്കും. ഇഫ് യു ഗീവ് ലവ് യു ഗെറ്റ് ലവ്. ഇവിടെയും രണ്ട് ക്ലോസിലും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ്. ഇതിലെല്ലാം മെയിൻ ക്ലോസിൽ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ പറയാം, ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് വിൽ മെൽറ്റ് എന്ന് പറയാം. ഇഫ് യു പോർ ഓയിൽ ഓൺ വാട്ടർ ഇറ്റ് വിൽ ഫ്ലോട്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ഇഫ് യു ഗീവ് ലവ് യു വിൽ ഗെറ്റ് ലവ്. അതായത് നമുക്കിവിടെ ടൈപ്പ് 1 കണ്ടീഷണലും വേണമെങ്കിൽ യൂസ് ചെയ്യാം, സീറോ കണ്ടീഷണലും ഉപയോഗിക്കാം. സീറോ കണ്ടീഷണൽ ആണ് ഇവിടെ കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ്. കാരണം നമ്മൾ സംസാരിക്കുന്നത് സാധ്യതകളെ കുറിച്ചല്ല, നിശ്ചയമായും സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഒരു ലോട്ടറി കിട്ടിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യും? നമ്മളിവിടെ ഒരു ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഒരുപാട് പേര് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ കുറച്ച് പേർക്കേ ലോട്ടറി കിട്ടുന്നുള്ളൂ. ഇതൊരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. ഒരു ലോട്ടറി കിട്ടിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ ഉപയോഗിക്കുക ടൈപ്പ് 2 കണ്ടീഷണൽ ആണ്. ടൈപ്പ് 2 കണ്ടീഷണൽ നമ്മൾ ഈഫ് ക്ലോസിൽ യൂസ് ചെയ്യുക സിമ്പിൾ പാസ്റ്റ് ആണ്, മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യുക വുഡ് പ്ലസ് V1 ആണ്. ടൈപ്പ് 1 കണ്ടീഷണലിൽ നമ്മൾ ഈഫ് ക്ലോസിൽ യൂസ് ചെയ്ത് സിമ്പിൾ പ്രസന്റും മെയിൻ ക്ലോസിൽ സിമ്പിൾ ഫ്യൂച്ചറും ആയിരുന്നില്ലേ? ഇവിടെ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പാസ്റ്റും വുഡ് പ്ലസ് V1 ആണ് യൂസ് ചെയ്യുക. മെയിൻ ക്ലോസിൽ വില്ലിന് പകരം വുഡാണ് വരിക. ഈഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റിന് പകരം സിമ്പിൾ പാസ്റ്റ് ആണ് വരിക. അപ്പോൾ ലോട്ടറി കിട്ടുക എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? വിൻ എ ലോട്ടറി. അങ്ങനെയാണ് ലോട്ടറി കിട്ടുക എന്ന് നമ്മൾ പറയാം. നമുക്ക് വേണ്ടത് അതിന്റെ സിമ്പിൾ പാസ്റ്റ് ഫോം ആണ്. വിന്നിന്റെ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. നിനക്ക് ഒരു ലോട്ടറി കിട്ടിയിരുന്നെങ്കിൽ, ഇഫ് യു വൺ എ ലോട്ടറി, നീ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കേണ്ടത്. വാട്ട് വുഡ് യു ഡു? വാട്ട് വുഡ് യു ഡു ഇഫ് യു വൺ എ ലോട്ടറി? ഇത് നോക്കിയാൽ അറിയാം, ഇഫ് ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത് വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് ആണ്. ഡു എന്നത് V1 കൂടിയാണ് കേട്ടോ. ഡു എന്ന വെർബിന്റെ V1 ആണ് ഡു, അതിന്റെ V2 ആണ് ഡിഡ്, അതിന്റെ V3 ആണ് ഡൺ. ഡു നമുക്ക് ഓക്സിലറി വെർബായിട്ട് നമ്മൾ യൂസ് ചെയ്യും. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യൻസും നെഗറ്റീവ്സും ഉണ്ടാക്കാൻ നമ്മൾ ഡൂവും ഡസും യൂസ് ചെയ്യാറുണ്ട്. അതല്ലാതെ മെയിൻ വെർബായി നമ്മൾ ഡൂവും ഡസും യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ വാട്ട് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഈ സെന്റൻസ് ടൈപ്പ് 2 കണ്ടീഷണൽ ആണ്. ടൈപ്പ് 2 കണ്ടീഷണലിലാണ് നമ്മളിങ്ങനെ സിമ്പിൾ പാസ്റ്റും വുഡ് പ്ലസ് V1 യൂസ് ചെയ്യുക. അന്ന് ആ ലോട്ടറി കിട്ടിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ഇവിടെ നമ്മൾ ചോദിക്കുന്നത് പാസ്റ്റിലുള്ള ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. നേരത്തെ സെന്റൻസിൽ നമ്മൾ പ്രസന്റിലുള്ള ഒരു ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ചാണ് ചോദിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പം നിനക്കൊരു ലോട്ടറി കിട്ടിയാൽ നീ എന്ത് ചെയ്യും എന്നാണ് കഴിഞ്ഞ സെന്റൻസിന്റെ അർത്ഥം. കിട്ടാനുള്ള സാധ്യത കമ്മിയാണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അവിടെ ടൈപ്പ് 2 കണ്ടീഷണൽ യൂസ് ചെയ്തത്. കിട്ടാനുള്ള സാധ്യത ഒരുപാട് കൂടുതൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ടൈപ്പ് 1 കണ്ടീഷണൽ യൂസ് ചെയ്യുക. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. പോസിബിളും റിയലുമായ കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ ടൈപ്പ് 1 കണ്ടീഷണൽ യൂസ് ചെയ്യുക. സാധ്യത വളരെ കമ്മിയായ ഇമാജിനറി ആയ സാങ്കല്പികമായ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ടൈപ്പ് 2 കണ്ടീഷണൽ യൂസ് ചെയ്യുന്നത്. ടൈപ്പ് 3 കണ്ടീഷണലും നമ്മൾ യൂസ് ചെയ്യുന്നത് 100% ഇമാജിനറി ആയ സിറ്റുവേഷൻസിനെ കുറിച്ചാണ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് 2 കണ്ടീഷണൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ പ്രസന്റിൽ ഇമാജിനറി ആയ സിറ്റുവേഷൻസിനെ
സിറ്റുവേഷനെ കുറിച്ചാണ്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളിൽ ഇപ്പോൾ ഒരു ലോട്ടറി കിട്ടിയാൽ നീ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചത്. ഇനി നമ്മൾ ചോദിക്കുന്നത് അന്ന് ആ ലോട്ടറി കിട്ടിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ്. പാസ്റ്റിലെ ഒരു ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുന്നത്. ടൈപ്പ് 2 കണ്ടീഷനിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റും വുഡ് പ്ലസ് V1 ആണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞില്ല. ടൈപ്പ് 3 കണ്ടീഷനിൽ നമ്മൾ ഈഫ് ക്ലോസിൽ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിന് പകരം പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുക. മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യുക നമ്മൾ വുഡ് ഹാവ് പ്ലസ് V3 ആണ് യൂസ് ചെയ്യുക. ഈ സ്ട്രക്ചേഴ്സ് ഓർത്തിരിക്കണം കേട്ടോ. ടൈപ്പ് 1 നമ്മൾ സിമ്പിൾ പ്രസന്റും വിൽ പ്ലസ് V1 യൂസ് ചെയ്തു. ടൈപ്പ് 2 നമ്മൾ സിമ്പിൾ പാസ്റ്റും വുഡ് പ്ലസ് V1 യൂസ് ചെയ്തു. ഇനി ടൈപ്പ് 3 വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക പാസ്റ്റ് പെർഫെക്റ്റും വുഡ് ഹാവ് പ്ലസ് V3 ആണ്. V3 എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വുഡിന് പകരം നമുക്ക് കുഡ് ഉപയോഗിക്കാം, മൈറ്റ് ഉപയോഗിക്കാം. വില്ലിന് പകരം നമുക്ക് ക്യാനും മേയും ഉപയോഗിക്കാം മീനിങ്ങിനനുസരിച്ച്. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ലോട്ടറി കിട്ടിയിരുന്നെങ്കിൽ പാസ്റ്റിലുള്ള ഇമാജിനറി സിറ്റുവേഷൻ ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് വേണമെന്ന് പറഞ്ഞു. വിൻ എന്നതാണ് അതിൻ്റെ V1. നമുക്കിനി അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആയി ഹാഡ് 1 വേണം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ആണ് അല്ലേ. വിൻ എന്ന വെർബിൻ്റെ V3 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതിങ്ങനെയാണ് വരിക. ഇഫ് യു ഹാഡ് വൺ എ ലോട്ടറി. പിന്നെ നമുക്ക് വേണ്ടത് മെയിൻ ക്ലോസിൽ വേണ്ടത് വുഡ് ഹാവ് പ്ലസ് V3 ആണ്. വാട്ട് വുഡ് യു ഹാവ് ഡൺ? ഇഫ് യു ഹാഡ് വൺ ദാറ്റ് ലോട്ടറി. ആ ലോട്ടറി അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ. ഹാഡ് വൺ എന്നത് വിൻ എന്നതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഫോമാണ്. ഹാഡ് പ്ലസ് V3 ആണ് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോം. വാട്ട് വുഡ് യു ഹാവ് ഡൺ? വുഡ് ഹാവ് ഡൺ എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് വാട്ട് വുഡ് യു ഹാവ് ഡൺ എന്നത്. ടൈപ്പ് 3 കണ്ടീഷണലിൽ നമ്മൾ മെയിൻ ക്ലോസിൽ ഉപയോഗിക്കുന്നത് വുഡ് ഹാവ് പ്ലസ് V3 ആണ്. ഡു എന്ന വെർബിൻ്റെ V3 ആണ് ഡൺ. ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മൾ യു എന്ന സബ്ജക്റ്റിന് മുന്നിലേക്ക് വുഡ് വെച്ചത്. ഇതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ. ഈഫ് ക്ലോസിൽ നമ്മളിവിടെ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വുഡിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ചു. വേറെ വ്യത്യാസമൊന്നുമില്ല. റിയലും പോസിബിളും ആയ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ എപ്പോഴും ടൈപ്പ് 1 കണ്ടീഷനിൽ തന്നെ യൂസ് ചെയ്യുക. ഇമാജിനറി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ ടൈപ്പ് 2 അല്ലെങ്കിൽ ടൈപ്പ് 3 കണ്ടീഷനിൽ യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് ഉപയോഗിച്ചാലും അതിൻ്റെ സ്ട്രക്ചർ കറക്റ്റായി തന്നെ ഉപയോഗിക്കുക. അതായത് ടൈപ്പ് 2 കണ്ടീഷനിൽ സിമ്പിൾ പാസ്റ്റും വുഡ് പ്ലസ് V1 ആണ്. ടൈപ്പ് 3 പാസ്റ്റ് പെർഫെക്റ്റും വുഡ് ഹാവ് പ്ലസ് V3 ആണ്. ഇത് മാറി ഉപയോഗിക്കരുത്. പാസ്റ്റിൽ ഒരു കാര്യം ഇമാജിനറി ആയിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ടൈപ്പ് 3 യൂസ് ചെയ്യുന്നത്. പ്രസന്റിലത്തെ ഒരു ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ടൈപ്പ് 2 യൂസ് ചെയ്യുന്നത്. അവൻ ജനപ്രിയനാണ്. ഹീസ് പോപ്പുലർ. അവൻ ഇലക്ഷന് നിന്നാൽ ജയിക്കും. അവൻ ജയിക്കും. ഹി വിൽ വിൻ. ഇലക്ഷന് നിൽക്കുക, അതിന് നമ്മൾ സ്റ്റാൻഡ് ഫോർ ഇലക്ഷൻ എന്നാണ് പറയുക. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ. അമേരിക്കൻ ഇംഗ്ലീഷിൽ അവർ പറയുക റൺ ഫോർ ഓഫീസ് എന്നാണ് പറയുക. ആ എക്സ്പ്രഷൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അങ്ങനെ യൂസ് ചെയ്ത് കാണാറില്ല. നമ്മളുടെ നാട്ടിലും നമ്മൾ ഇലക്ഷന് നിൽക്കുന്നതിന് സ്റ്റാൻഡ് ഫോർ ഇലക്ഷൻ എന്നാണ് പറയുക. അവൻ ജയിക്കും. ഹി വിൽ വിൻ. ഇഫ് ഹി സ്റ്റാൻഡ്സ് ഫോർ ഇലക്ഷൻ ഹി വിൽ വിൻ. പോപ്പുലർ ആയ ഒരു വ്യക്തി ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലേ. അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ടൈപ്പ് 1 കണ്ടീഷണലാണ്. ഇഫ് ഹി സ്റ്റാൻഡ്സ് ഫോർ ഇലക്ഷൻ ഹി വിൽ വിൻ. ഇവിടെ നമ്മൾ ഈഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തു. സ്റ്റാൻഡിന് ശേഷം എസ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. കാരണം സബ്ജക്റ്റ് സിംഗുലറായ ഹി എന്ന പ്രൊനൗൺ ആണ്. മെയിൻ ക്ലോസിൽ നമ്മൾ യൂസ് ചെയ്തത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. വിൽ പ്ലസ് V1 ആണ് നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ സിറ്റുവേഷൻ വളരെ പോസിബിൾ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ടൈപ്പ് 1 കണ്ടീഷണൽ യൂസ് ചെയ്തത്. ഒരു വേക്കൻസിയേ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെയാ പറയുന്നത്? ഇവിടെ നമുക്ക് പ്രോപ്പർ ആയ ഒരു സബ്ജക്റ്റ് ഇല്ല. വേക്കൻസി ഇവിടെ സബ്ജക്റ്റ് അല്ല. നമ്മൾ ഇത്തരം സാഹചര്യങ്ങളെ കുറിച്ച് പറയാൻ ദർ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു വേക്കൻസി എന്ന് പറയുന്നത് ഒരു സിംഗുലർ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദറിന് ശേഷം ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു സിംഗുലർ വെർബാണ്. ദർ വാസ് ഓൺലി വൺ വേക്കൻസി. ഇങ്ങനെ ദർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ദറിന് ശേഷം വരുന്ന നൗൺ ഏതോ അതിനനുസരിച്ചിരിക്കും വെർബ്. ദറിന് ശേഷം വരുന്ന നൗൺ സിംഗുലർ ആണെങ്കിൽ നമ്മൾ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുക. ദറിന് ശേഷം വരുന്ന നൗൺ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു വേക്കൻസിയെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇങ്ങനെയാണ് പറയുന്നത്. ദർ വാസ് ഓൺലി വൺ വേക്കൻസി. പക്ഷേ ബട്ട് 100-ലധികം അപേക്ഷകരുണ്ടായിരുന്നു. അപേക്ഷകർ ആപ്ലിക്കൻസ് അത് പ്ലൂറൽ നൗൺ ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ദറിന് ശേഷം ഉപയോഗിക്കുക പ്ലൂറൽ വെർബായ വേർ ആണ്. ദർ വാസ് ഓൺലി വൺ വേക്കൻസി ബട്ട് ദർ വേർ ഓവർ 100 ആപ്ലിക്കൻസ്. പ്രോപ്പറായ ഒരു സബ്ജക്റ്റ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ ദർ അല്ലെങ്കിൽ ഇറ്റ് ഉപയോഗിക്കും. ഇത് രണ്ടും മാറി മാറി ഉപയോഗിക്കാവുന്ന സബ്ജക്ട്സ് അല്ല കേട്ടോ. ദർ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിൽ ദർ തന്നെ യൂസ് ചെയ്യണം. ഇറ്റ് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇറ്റ് ഉപയോഗിക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ അത് കോംപ്ലിക്കേറ്റഡ് ഗ്രാമറാണ്, ബുദ്ധിമുട്ടാണ്. നമുക്കത് ഏകദേശം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടതാണ് അവിടെ ദർ ആണോ വേണ്ടത് ഇറ്റ് ആണോ വേണ്ടത് എന്നെല്ലാം. ഇത്ര അധികം അപേക്ഷകർ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ജോലി ലഭിക്കുമായിരുന്നു. നമ്മളിവിടെ പാസ്റ്റിലെ ഒരു ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. ജോലി കിട്ടിയിട്ടില്ല, ജോലി കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. അപേക്ഷകർ ഇല്ലായിരുന്നു എങ്കിൽ ജോലി കിട്ടുമായിരുന്നു. ഇത് അൺറിയൽ ആയ ഒരു സിറ്റുവേഷൻ ആണ്. ജോലി കിട്ടിയില്ല എന്നുള്ളതാണ് റിയാലിറ്റി. പക്ഷേ കിട്ടുമായിരുന്നു എന്നുള്ളൊരു
സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. പാസ്റ്റിലെ ഒരു ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക ടൈപ്പ് 3 കണ്ടീഷണലാണ്. ഇത്രയധികം അപേക്ഷകർ എന്നതിന് നമുക്ക് സോ മെനി ആപ്ലിക്കൻസ് എന്ന് പറയാം. അപേക്ഷകർ ഇല്ലായിരുന്നുവെങ്കിൽ ടൈപ്പ് 3 കണ്ടീഷണൽ നമ്മൾ ഈഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ. ഈസിന്റെയും വാസിന്റെയും ഒക്കെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാഡ് ബീൻ ആണ്. ഈസിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ഹാസ് ബീനും ആറിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ഹാവ് ബീനും ആണെന്ന് കഴിഞ്ഞ ഒരുവിധ എല്ലാ ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈസിന്റെയും വാസിന്റെയും ആറിന്റെയും ഒക്കെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാഡ് ബീൻ ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് എപ്പോഴും ഹാഡ് പ്ലസ് V3 ആണ്. ഈസ് എന്ന വെർബിന്റെ V3 അല്ലെങ്കിൽ വാസ് എന്ന വെർബിന്റെ V3 എന്ന് പറയുന്നത് ബീൻ ആണ്. ഹാഡ് ബീൻ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കുക അത് ഈസിന്റെയോ വാസിന്റെയോ ഒക്കെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ആണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ടൈപ്പ് 3 കണ്ടീഷണൽ ഈഫ് ക്ലോസിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുക. നമുക്കിവിടെ പറയേണ്ടത് ഇത്രയധികം അപേക്ഷകർ ഇല്ലായിരുന്നുവെങ്കിൽ എന്നാണ്. അതായത് ഹാഡ് നോട്ട് ബീൻ എന്ന വെർബാണ് നമുക്ക് അവിടെ വേണ്ടത്. ഇഫ് ദർ ഹാഡ് നോട്ട് ബീൻ സോ മെനി ആപ്ലിക്കൻസ് എനിക്ക് ജോലി കിട്ടുമായിരുന്നു. ഐ വുഡ് ഹാവ് ഗോട്ട് ദ ജോബ്. ഇഫ് ദർ ഹാഡ് ഇൻ ബീൻ സോ മെനി ആപ്ലിക്കൻസ്, ഇവിടെ ഹാഡ് ഇൻ ബീൻ എന്ന് പറയുന്നത് കണ്ട ഇത് എന്താണാവോ എന്ന് കരുതരുത്. അത് ഈസ് എന്ന വെർബിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ആണ്. ഈസിന്റെയും വാസിന്റെയും എല്ലാം പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് ബീൻ തന്നെയാണ്. ഹാഡ് ഇൻ ബീൻ എന്ന് പറയുമ്പോൾ ഈസ് നോട്ട് അല്ലെങ്കിൽ വാസ് നോട്ട് വേർ നോട്ട് ഇതിന്റെയൊക്കെ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടാണ്, അതിന്റെ നെഗറ്റീവ് ഫോം ആയിട്ടാണ് നമ്മളിവിടെ ഹാഡ് നോട്ട് ബീൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇഫ് ദർ ഹാഡ് നോട്ട് ബീൻ സോ മെനി ആപ്ലിക്കൻസ് ഇത്രയധികം ആപ്ലിക്കൻസ് ഇല്ലായിരുന്നുവെങ്കിൽ ഐ വുഡ് ഹാവ് ഗോട്ട് ദ ജോബ് എനിക്ക് ആ ജോലി ലഭിക്കുമായിരുന്നു. ഗെറ്റ് എന്ന വെർബിന്റെ V3 ആയി നമുക്ക് ഗോട്ടിനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഗോട്ടൻ എന്ന വെർബിനെ യൂസ് ചെയ്യാം. ഗോട്ടൻ ആണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഗോട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഹാഡ് നോട്ട് ബീൻ എന്ന് പറയുന്നത് ഈസിന്റെയും വാസിന്റെയും വേറിന്റെയും ഒക്കെ പാസ്റ്റ് പെർഫെക്റ്റ് ആയ ഫോം ആണ്. അയാൾ മണിക്കൂറിൽ 100 മൈൽ വേഗതയിലാണ് വാഹനം ഓടിക്കുന്നുണ്ടായിരുന്നത്. എത്ര വേഗതയിൽ ഓടിക്കുന്നു എന്ന് പറയാൻ നമ്മൾ അറ്റ്, അതിനുശേഷം സ്പീഡ്, പിന്നെ അവർ, അങ്ങനെയാണ് പറയാം. അപ്പൊ അയാൾ വാഹനം ഓടിക്കുന്നുണ്ടായിരുന്നു. ഹി വാസ് ഡ്രൈവിംഗ്. ഓടിക്കുക എന്നതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. ഓടിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിരുന്നു ആ പ്രവൃത്തി എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഹി വാസ് ഡ്രൈവിംഗ് എന്നാണ്. വാസ് ഉപയോഗിച്ചതിന്റെ കാരണം മനസ്സിലായല്ലോ. സബ്ജക്റ്റ് ഹി എന്ന സിംഗുലർ പ്രൊനൗൺ ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ വാസ് ഉപയോഗിക്കുന്നത്. ഇനി സ്പീഡ് നമുക്ക് പറയണം. ഹി വാസ് ഡ്രൈവിംഗ് അറ്റ് 100 മൈൽസ് പെർ അവർ. അവൻ മണിക്കൂറിൽ 100 മൈൽ വേഗതയിലാണ് വാഹനം ഓടിക്കുന്നുണ്ടായിരുന്നത്. സ്പീഡിനെ കുറിച്ച് പറയാൻ അറ്റ് പിന്നെ ആ സ്പീഡ് അതാണ് പറയേണ്ടത് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അവിടെ അറ്റാണ്. ഹി വാസ് ഡ്രൈവിംഗ് അറ്റ് 100 മൈൽസ് പെർ അവർ. പാസ്റ്റിൽ ഉണ്ടായ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇനി നമുക്ക് പറയേണ്ടത് പാസ്റ്റിൽ തന്നെയുള്ള വേറെ ഇമാജിനറി ആയ ഒരു സിറ്റുവേഷനാണ്. ഇത്ര വേഗതയിൽ ഓടിക്കാതിരുന്നുവെങ്കിൽ അയാൾക്ക് അപകടം പറ്റില്ലായിരുന്നു. അപകടം പറ്റി എന്നതാണ് റിയാലിറ്റി. നമ്മളിവിടെ ഇമാജിൻ ചെയ്യണം. പാസ്റ്റിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇമാജിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ടൈപ്പ് 3 കണ്ടീഷണലാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിത് എങ്ങനെയാ പറയുന്നത്? അയാൾ ഓടിക്കുകയായിരുന്നു എന്ന് എങ്ങനെയാ പറയുന്നത്? ഹി വാസ് ഡ്രൈവിംഗ് അല്ലെ. പാസ്റ്റിൽ ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ഹി വാസ് ഡ്രൈവിംഗ്. ഓടിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് എങ്ങനെയാ പറയുന്നത്? നമുക്ക് നെഗറ്റീവ് വെർബാണ് വേണ്ടത്. ഹി വാസ് നോട്ട് ഡ്രൈവിംഗ്. ഇനി നമുക്ക് ഇതിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വേണ്ടത്. ഹാഡ് നോട്ട് ബീൻ ഡ്രൈവിംഗ്. വാസിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാഡ് ബീൻ ആണ്. അപ്പൊ ഹി വാസ് നോട്ട് ഡ്രൈവിംഗ് എന്നതിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളോട് ഉപയോഗിക്കുന്ന പാസ്റ്റ് പെർഫെക്റ്റ് അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. വാസ് ഡ്രൈവിംഗ് എന്നതിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോമായി ഹാഡ് നോട്ട് ബീൻ ഡ്രൈവിംഗ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കാരണം ഇത് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് നമ്മളിവിടെ പാസ്റ്റ് പെർഫെക്റ്റ് അല്ല നമ്മളിവിടെ ഈഫ് ക്ലോസിൽ യൂസ് ചെയ്യുന്നത്, മറിച്ച് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് കേട്ടോ. നമുക്കിത് രണ്ടും യൂസ് ചെയ്യാവുന്നതാണ് മീനിങ്ങിനനുസരിച്ച്. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാ പറയാം. ഇഫ് ഹി ഹാഡ് നോട്ട് ബീൻ ഡ്രൈവിംഗ് സോ ഫാസ്റ്റ്. ഇത്ര വേഗതയിൽ അവൻ ഓടിക്കാതിരുന്നുവെങ്കിൽ, ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് ഈ വെർബ് വന്നിരിക്കുന്നത്. ഇഫ് ഹി ഹാഡ് നോട്ട് ബീൻ ഡ്രൈവിംഗ് സോ ഫാസ്റ്റ്, അയാൾക്ക് അപകടം പറ്റില്ലായിരുന്നു. അപകടം പറ്റുന്നതിന് നമുക്ക് മീറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് എന്ന് പറയാം. ഹാവ് ആൻ ആക്സിഡന്റ് എന്നും പറയാവുന്നതാണ്, മീറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് എന്നും പറയാവുന്നതാണ്. ടൈപ്പ് 3 കണ്ടീഷണലിൽ മെയിൻ ക്ലോസിൽ വരുന്നത് വുഡ് ഹാവ് പ്ലസ് V3 ആണ്. അപ്പൊ മീറ്റ് എന്ന വെർബിന്റെ V3 എന്ന് പറയുന്നത് മെറ്റ് ആണ്. നമ്മളിത് ഇങ്ങനെ പറയാം. ഹി വുഡ് നോട്ട് ഹാവ് മെറ്റ് വിത്ത് ദ ആക്സിഡന്റ്. അയാൾക്ക് അപകടം പറ്റില്ലായിരുന്നു. ഇഫ് ഹി ഹാഡിൻ ബീൻ ഡ്രൈവിംഗ് സോ ഫാസ്റ്റ് ഹി വുഡ് നോട്ട് ഹാവ് മെറ്റ് വിത്ത് ദ ആക്സിഡന്റ്. ഇവിടെ ഈഫ് ക്ലോസിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്തു. അതിനുശേഷം മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ നെഗറ്റീവ് ഫോം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വുഡ് നോട്ട് ഹാവ് പ്ലസ് V3 ആണ് വുഡ് നോട്ട് ഹാവ് മെറ്റ്. മീറ്റ് എന്ന വെർബിന്റെ V3 മെറ്റ് ആണ്. എന്റെ വാച്ച് ഞാൻ നിങ്ങളുടെ വീട്ടിൽ മറന്നു വെച്ചു എന്ന് തോന്നുന്നു. ഇതെങ്ങനെയാ പറയുന്നത്? തോന്നുന്നു, ഐ തിങ്ക്.
എൻ്റെ വാച്ച്, മൈ വാച്ച്. നിങ്ങളുടെ വീട്ടിൽ ഞാൻ മറന്നു വെച്ചു. നമുക്കിവിടെ സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കാം, പ്രസന്റ് പെർഫെക്റ്റും യൂസ് ചെയ്യാം. നമ്മളൊരു സാധനം ഒരു സ്ഥലത്ത് മറന്നു വെക്കുക എന്നതിന് ലീവ് എന്നാണ് പറയാം. മറക്കുന്നതിന് ഫൊർഗെറ്റ് എന്ന് പറയാം. പക്ഷെ നമ്മൾ എവിടെയാണ് മറന്നു വെച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ ലീവ് എന്ന വെർബാണ് യൂസ് ചെയ്യുക, ഫൊർഗെറ്റ് എന്ന വെർബ് അല്ല യൂസ് ചെയ്യുക. അപ്പോൾ അത് ഇങ്ങനെ പറയാം, ഐ തിങ്ക് ഐ ലെഫ്റ്റ് മൈ വാച്ച് ഇൻ യുവർ ഹൗസ്, അല്ലെങ്കിൽ അറ്റ് യുവർ ഹൗസ്. ഇവിടെ അറ്റ് ഉപയോഗിക്കാം, ഇൻ ഉപയോഗിക്കാം, രണ്ടായാലും ഉപയോഗിക്കാവുന്നതാണ്. ഐ തിങ്ക് ഐ ലെഫ്റ്റ് മൈ വാച്ച് അറ്റ് യുവർ ഹൗസ്. ലെഫ്റ്റ് എന്നത് ലീവ് എന്ന വെർബിന്റെ V2 ആണ്. നമുക്കിതിനെ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചും പറയാം. ഐ തിങ്ക് ഐ ഹാവ് ലെഫ്റ്റ് മൈ വാച്ച് അറ്റ് യുവർ ഹൗസ് എന്നും പറയാവുന്നതാണ്. ഇവിടെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം, പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അത് കണ്ടു കിട്ടുകയാണെങ്കിൽ, ഇഫ് യു ഫൈൻഡ് ഇറ്റ്, അത് നിങ്ങൾക്ക് കണ്ടു കിട്ടുകയാണെങ്കിൽ പ്ലീസ് ഗീവ് മീ എ കോൾ, എന്നെ ഒന്ന് വിളിക്കൂ, പ്ലീസ് കോൾ മീ, അങ്ങനെയും പറയാവുന്നതാണ്. ഇവിടെ രണ്ട് ക്ലോസിലും യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇത് സീറോ കണ്ടീഷണലിലാണ് ഈ സെന്റൻസ് വന്നിരിക്കുന്നത്. എനിക്ക് ക്ഷീണം തോന്നുന്നില്ല, ഉറക്കവും വരുന്നില്ല. നമ്മളിത് എക്സാക്ട്ലി അതേപോലെയല്ല നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. എനിക്ക് ക്ഷീണം തോന്നുന്നില്ല എന്നതിന് ഐ എം നോട്ട് ടയേർഡ് എന്ന് പറയാം. ഉറക്കവും വരുന്നില്ല, ഐ എം നോട്ട് സ്ലീപ്പി. അപ്പോൾ നമുക്കിത് ഇങ്ങനെയും പറയാം, ഐ എം നോട്ട് ടയേർഡ് ഓർ സ്ലീപ്പി. എനിക്ക് ഉറക്കം വരുന്നില്ല, ക്ഷീണവും തോന്നുന്നില്ല, എനിക്ക് രണ്ടും തോന്നുന്നില്ല. ഇപ്പോൾ കിടക്കാൻ പോയാലും ഞാൻ ഉറങ്ങില്ല. ഇമാജിനറി സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ കിടക്കാൻ പോയിട്ടൊന്നുമില്ല, പറയുകയാണ്. ഇപ്പോഴുള്ളൊരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. എനിക്കിപ്പോൾ ക്ഷീണവും ഉറക്കമൊന്നും വരുന്നില്ല, ഇപ്പോൾ പോയാലും ഞാൻ ഉറങ്ങില്ല. ഒരു ഇമാജിനറി സിറ്റുവേഷൻ, സാധ്യതയില്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുക ടൈപ്പ് 2 കണ്ടീഷണലാണ്. അതെങ്ങനെയാണ് പറയുന്നത്? ഉറങ്ങാൻ പോവുക, ഇഫ് ഐ വെന്റ് ടു ബെഡ് നൗ ഐ വുഡ് നോട്ട് സ്ലീപ്പ്. ഇപ്പോൾ ഉറങ്ങാൻ പോയാലും ഞാൻ ഉറങ്ങുകയില്ല. ഇഫ് ഐ ഗോ ടു ബെഡ് നൗ ഐ വിൽ നോട്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അത് റിയലായ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഇത് സാധ്യതയില്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ടൈപ്പ് 2 കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കിടന്നാലും ഞാൻ ഉറങ്ങില്ല എന്നാണ് പറയേണ്ടത്. അതിന് വേണ്ടിയാണ് നമ്മളിവിടെ ടൈപ്പ് 2 കണ്ടീഷൻ യൂസ് ചെയ്തത്. ഇഫ് ഐ വെന്റ് ടു ബെഡ് നൗ ഐ വുഡ് നോട്ട് സ്ലീപ്പ്. ഞാനിപ്പോൾ കിടക്കാൻ പോയാലും ഉറങ്ങാൻ പോകുന്നില്ല എന്നർത്ഥം. ഇഫ് ക്ലോസിൽ ഉപയോഗിച്ചത് സിമ്പിൾ പാസ്റ്റ് ആണ്, മെയിൻ ക്ലോസിൽ ഉപയോഗിച്ചത് വുഡ് പ്ലസ് V1 ആണ്. ലോട്ടറി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഐ ഡോണ്ട് എക്സ്പെക്ട്. ലോട്ടറി കിട്ടുമെന്ന്, ടു വിൻ. ഐ ഡോണ്ട് എക്സ്പെക്ട് ടു വിൻ ദ ലോട്ടറി. ലോട്ടറി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ കിട്ടുകയാണെങ്കിൽ, നമ്മളിവിടെ ഇമാജിനറി ആയ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. സാധ്യതയില്ല, സാധ്യത വളരെ കമ്മിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുക ടൈപ്പ് 2 കണ്ടീഷണലാണ്. സാധ്യത വളരെ കൂടുതലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ടൈപ്പ് 1 കണ്ടീഷണൽ യൂസ് ചെയ്യാം. കിട്ടുകയാണെങ്കിൽ, ഇഫ് ഐ വൺ ദ ലോട്ടറി, ഞാൻ ലോകം മുഴുവൻ യാത്ര ചെയ്യുമെന്നാണ് പറയുന്നത്. ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നതിന് നമുക്ക് ട്രാവൽ ദ വേൾഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാവൽ എറൗണ്ട് ദ വേൾഡ് എന്നും പറയാം. അപ്പോൾ അതിങ്ങനെയാണ് പറയുന്നത്. ബട്ട് ഇഫ് ഐ വൺ, എനിക്ക് കിട്ടുകയാണെങ്കിൽ, ലോട്ടറി കിട്ടുകയാണെങ്കിൽ, ഐ വുഡ് ട്രാവൽ ദ വേൾഡ്. ഇഫ് ക്ലോസിൽ യൂസ് ചെയ്തത് സിമ്പിൾ പാസ്റ്റ് ആണ്. മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത് വുഡ് പ്ലസ് V1 ആണ്. എൻ്റെ ഗ്രാൻഡ് മദർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 95 വയസ്സാകുമായിരുന്നു. ഗ്രാൻഡ് മദർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. നമ്മൾ ഇമാജിനറി ആയ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇമാജിനറി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ നമുക്കിവിടെ ടൈപ്പ് 2 കണ്ടീഷണൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് 3 കണ്ടീഷണൽ യൂസ് ചെയ്യാം. ടൈപ്പ് 2 കണ്ടീഷണൽ ആണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കാം? ഇഫ് ക്ലോസിലെ സിമ്പിൾ പാസ്റ്റും മെയിൻ ക്ലോസിലെ വുഡ് പ്ലസ് V1 ആണ് യൂസ് ചെയ്യുക. ടൈപ്പ് 3 ആണെങ്കിൽ ഇഫ് ക്ലോസിലെ പാസ്റ്റ് പെർഫെക്റ്റും മെയിൻ ക്ലോസിലെ വുഡ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് എങ്ങനെയാണ് പറയാം? എൻ്റെ ഗ്രാൻഡ് മദർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയാൻ മൈ ഗ്രാൻഡ് മദർ ഈസ് എലൈവ് എന്ന് പറയും അല്ലേ. ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് പറയാൻ മൈ ഗ്രാൻഡ് മദർ വാസ് എലൈവ്. ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇഫ് മൈ ഗ്രാൻഡ് മദർ വാസ് എലൈവ്, നമ്മൾ ആക്ച്വലി ഇവിടെ വാസിന് പകരം നമ്മൾ വേർ ആണ് യൂസ് ചെയ്യുക. ഇതൊരു ഇഫ് ക്ലോസസിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ടൈപ്പ് 2 കണ്ടീഷനിൽ നമ്മൾ ഒരു സിറ്റുവേഷൻ, ടൈപ്പ് 2 കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമാജിനറി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാനാണല്ലോ. അത് കാരണം നമ്മൾ അവിടെ വാസിന് പകരം സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെയും വേർ ഉപയോഗിക്കാറുണ്ട്. വാസ് ഉപയോഗിക്കുന്നത് തെറ്റല്ല, പക്ഷെ വേർ ആണ് കൂടുതൽ കോമൺ ആയി യൂസ് ചെയ്യുക. അതുകൊണ്ട് ഇഫ് മൈ ഗ്രാൻഡ് മദർ വാസ് എലൈവ് ടുഡേ എന്ന് പറയുന്നതിലും സാധ്യത ഇഫ് മൈ ഗ്രാൻഡ് മദർ വേർ എലൈവ് ടുഡേ എന്ന് പറയാനാണ്. സബ്ജക്റ്റ് ഹി ആയാലും ഷീ ആയാലും എല്ലാം നമ്മളിങ്ങനെ ടൈപ്പ് 2 കണ്ടീഷണലിൽ ഇഫ് ക്ലോസിൽ നമ്മൾ വേർ ഉപയോഗിക്കും വാസിന് പകരം. വാസ് ഉപയോഗിച്ചാൽ തെറ്റല്ല, പക്ഷേ ഇംഗ്ലീഷിലെ നോർമൽ സ്പീച്ചിലെ ഇത്തരം സിറ്റുവേഷൻസിൽ വേർ ആണ് അവർ സിംഗുലറിൻ്റെ കൂടെയും പ്ലൂറലിൻ്റെ കൂടെയും യൂസ് ചെയ്യുക. നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുവെങ്കിൽ വാസ് തന്നെ യൂസ് ചെയ്യുക. ഗ്രാൻഡ് മദർ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ നോർമലി സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ വാസ് ആണ് യൂസ് ചെയ്യുക. ഇവിടെ ടൈപ്പ് 2 കണ്ടീഷനിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണിത്. ഒരു സിറ്റുവേഷൻ അൺറിയൽ ആണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ പ്ലൂറൽ വെർബ് അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. ഇഫ് മൈ ഗ്രാൻഡ് മദർ വാസ് എലൈവ് ടുഡേ അല്ലെങ്കിൽ വേർ എലൈവ് ടുഡേ, ഇപ്പോൾ 95 വയസ്സാവുമായിരുന്നു എന്നാണ് പറയേണ്ടത്. ഷീ വുഡ് ബി 95 നൗ.
ഇപ്പോൾ 95 വയസ്സാവുമായിരുന്നു. ഷീ വുഡ് ബി 95 നൗ. ഈ സെന്റൻസ് ടൈപ്പ് 2 കണ്ടീഷണലിലാണ്. നമ്മൾ ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്തു, മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബി എന്ന് പറയുന്നത് ആ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. നമുക്കിതിനെ ടൈപ്പ് 3 കണ്ടീഷണൽ ഉപയോഗിച്ചും പറയാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ വേറിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുക. വേറിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് എന്താണ്? ഹാഡ് ബീൻ. ഇത് നമ്മൾ നേരത്തെ എക്സാമ്പിൾസിലൊക്കെ പറഞ്ഞതാണ്. ഈസിന്റെയും ആമിന്റെയും ആറിന്റെയും വാസിന്റെയും വേറിന്റെയും എല്ലാം പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാഡ് ബീൻ. ഇഫ് മൈ ഗ്രാൻഡ് മദർ ഹാഡ് ബീൻ അലൈവ് ടുഡേ ഷീ വുഡ് ഹാവ് ബീൻ 95 നൗ. ഇത് ടൈപ്പ് 3 കണ്ടീഷണലിലാണ്. ഇവിടെ നമ്മൾ ഇഫ് ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഹാഡ് ബീൻ ആണ്, അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് ഹാവ് പ്ലസ് V3 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വുഡ് ഹാവ് ബിയുടെ V3 ആണ് ബീൻ. ഷീ വുഡ് ഹാവ് ബീൻ 95 നൗ. ബി എന്ന വെർബിനർത്ഥം ആണ് എന്നാണ് കേട്ടോ. അപ്പോൾ 95 വയസ്സാകും എന്ന് പറയാനാണ് നമ്മൾ വുഡ് ഹാവ് പ്ലസ് ബീൻ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിവിടെ ഇത്തരം സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ ടൈപ്പ് 2ഉം യൂസ് ചെയ്യാം, ടൈപ്പ് 3ഉം യൂസ് ചെയ്യാം. ഞാൻ രാത്രി ഒരു സുഹൃത്തിനെ കൊണ്ടുവന്നാൽ ശരിയാകുമോ? ഇത് നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുകയാണ്, അവരുടെ അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളോട് ഉപയോഗിക്കുക ടൈപ്പ് 1 കണ്ടീഷണലാണ്. നമ്മുടെ ചോദ്യം കുറച്ചുകൂടി പൊളൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ടൈപ്പ് 2 കണ്ടീഷണലാണ്. സുഹൃത്തിനെ കൊണ്ടുവരിക, ബ്രിങ് എ ഫ്രണ്ട്. ഞാനൊരു സുഹൃത്തിനെ കൊണ്ടുവരിക, ഐ ബ്രിങ് എ ഫ്രണ്ട്. ഞാനൊരു സുഹൃത്തിനെ കൊണ്ടുവന്നാൽ, ഇഫ് ഐ ബ്രിങ് എ ഫ്രണ്ട്, വിൽ ഇറ്റ് ബി ഓൾ റൈറ്റ്? ശരിയാകുമോ? അതാണ് ചോദിക്കുന്നത്. വിൽ ഇറ്റ് ബി ഓൾ റൈറ്റ് ഇഫ് ഐ ബ്രിങ് എ ഫ്രണ്ട് ടുനൈറ്റ്? ഇന്ന് രാത്രി ഞാനൊരു സുഹൃത്തിനെ കൊണ്ടുവന്നാൽ ശരിയാകുമോ? ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ് എന്ന് പറയുമ്പോൾ അത് ശരിയാകും എന്നർത്ഥം. ശരിയാകുമോ എന്ന് ചോദിക്കാനാണ് വിൽ ഇറ്റ് ബി ഓൾ റൈറ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമ്മൾ വിൽ എന്ന മോഡൽ ഓക്സിലറി വെർബിനെ എടുത്ത് സബ്ജക്റ്റായി ഇറ്റിന് മുന്നിലേക്ക് വെച്ചു. ഇവിടെ പ്രോപ്പറായ ഒരു സബ്ജക്റ്റ് ഇല്ലാത്തത് കാരണം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സബ്ജക്റ്റ് ആണ് കേട്ടോ ഇറ്റ്. ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ് എന്ന് പറയുമ്പോൾ അത് ശരിയാകും എന്നർത്ഥം. വിൽ ഇറ്റ് ബി ഓൾ റൈറ്റ്, അത് ശരിയാകുമോ? ഇഫ് ഐ ബ്രിങ് എ ഫ്രണ്ട് ടുനൈറ്റ്. ഇത് വളരെ ഡയറക്റ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതിനെ കുറച്ചുകൂടി പൊളൈറ്റായി നമുക്ക് ചോദിക്കാം. വുഡ് ഇറ്റ് ബി ഓൾ റൈറ്റ് ഇഫ് ഐ ബ്രോട്ട് എ ഫ്രണ്ട് ടുനൈറ്റ്? ഇവിടെ നമ്മൾ ഉപയോഗിച്ച ടൈപ്പ് 2 കണ്ടീഷണലാണ്. ഇഫ് ക്ലോസിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു, ബ്രിങ് എന്ന വെർബിന്റെ V2 ആണ് ബ്രോട്ട്. മെയിൻ ക്ലോസിൽ നമ്മൾ വില്ലിന് പകരം നമ്മൾ വുഡ് ഉപയോഗിച്ചു. വുഡ് ഇറ്റ് ബി ഓൾ റൈറ്റ് ഇഫ് ഐ ബ്രോട്ട് എ ഫ്രണ്ട് ടുനൈറ്റ്? രണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തത് കുറച്ചുകൂടി പൊളൈറ്റ് ആണ്. ഇപ്പോൾ പുറപ്പെടുകയാണെങ്കിൽ, ഇഫ് യു സ്റ്റാർട്ട് നൗ, നിങ്ങൾക്ക് നേരത്തെയുള്ള ട്രെയിൻ പിടിക്കാം. നേരത്തെയുള്ള ട്രെയിന് ഏർലി ട്രെയിൻ എന്ന് പറയാം. ഇഫ് യു സ്റ്റാർട്ട് നൗ യു വിൽ ഗെറ്റ് ദ ഏർലി ട്രെയിൻ, അല്ലെങ്കിൽ യു ക്യാൻ ക്യാച്ച് ദ ഏർലി ട്രെയിൻ. ഇവിടെ നമുക്ക് ക്യാൻ ഉപയോഗിക്കാം, വില്ലും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ സാധിക്കും എന്ന രീതിയിലാണ് നമ്മൾ ക്യാൻ ഉപയോഗിച്ചത്. സാധിക്കുമെന്ന്, നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും, കഴിയും എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ ക്യാൻ ഉപയോഗിക്കുന്നത്. ഇഫ് യു സ്റ്റാർട്ട് നൗ യു ക്യാൻ ക്യാച്ച് ദ ഏർലി ട്രെയിൻ. ഈ സെന്റൻസ് ഫസ്റ്റ് കണ്ടീഷണലിലാണ്. ഇഫ് ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രസന്റ് ആണ്. മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ള ക്യാൻ പ്ലസ് V1 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് വില്ലിന് പകരം ക്യാനും മെയും യൂസ് ചെയ്യാവുന്നതാണ്. വുഡിന് പകരം കുഡും മൈറ്റും ഉപയോഗിക്കാവുന്നതാണ്. അതിനനുസരിച്ച് മീനിങ്ങിന് വേണ്ടിയിട്ട് വിൽ ആണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ വില്ല് തന്നെ ഉപയോഗിക്കുക. ക്യാനോ എബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ക്യാൻ ഉപയോഗിക്കാം. സാധ്യതയെ കുറിച്ച് പറയാൻ നമുക്ക് മേ ഉപയോഗിക്കാം. അവൾക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ കഴിയില്ലെങ്കിൽ, ഇഫ് ഷീ കനോട്ട് കം ടു അസ്. അവൾക്ക് നമ്മളുടെ അടുത്തേക്ക് വരാൻ കഴിയില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി കാണേണ്ടി വരും. വി വിൽ ഗോ ആൻഡ് സീ ഹെർ. ഇഫ് ഷീ കനോട്ട് കം ടു അസ് വി വിൽ ഗോ ആൻഡ് സീ ഹെർ, അല്ലെങ്കിൽ വി വിൽ ഹാവ് ടു ഗോ ആൻഡ് സീ ഹെർ. രണ്ടും നമുക്ക് പറയാവുന്നതാണ്. വി വിൽ ഗോ ആൻഡ് സീ ഹെർ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കാണുന്നതാണ്. വി വിൽ ഹാവ് ടു ഗോ ആൻഡ് സീ ഹെർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമുക്ക് പോയി കാണേണ്ടി വരും എന്നാണ്. ഇഫ് ഷീ കനോട്ട് കം ടു അസ് വി വിൽ ഹാവ് ടു ഗോ ആൻഡ് സീ ഹെർ. ഇവിടെ കനോട്ട് എന്നത് ഇവിടെ കണ്ടിട്ട് ഇത് രണ്ട് ക്ലോസിലും എന്താണ് ഓക്സിലറി വന്നിട്ടുള്ളതെന്ന് സംശയിക്കേണ്ട. ഇഫ് ഷീ കനോട്ട് കം ടു അസ് എന്ന് പറയുന്നതും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുന്ന ഒരു സെന്റൻസ് തന്നെയാണ്. ക്യാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ ഫ്യൂച്ചറിലും ഉപയോഗിക്കാവുന്ന ഒരു ഓക്സിലറിയാണ് ക്യാൻ. നാളെ എനിക്ക് വേണ്ടത്ര സമയം ലഭിക്കുകയാണെങ്കിൽ, വേണ്ടത്ര സമയം ഇനഫ് ടൈം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ, ഇഫ് ഐ ഗെറ്റ് ഇനഫ് ടൈം നാളെ ടുമോറോ ഞാൻ നിന്നെ വന്ന് കാണാം. ഐ വിൽ കം ആൻഡ് സീ യു. നമുക്ക് ഗെറ്റിന് പകരം ഹാവും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇഫ് ഐ ഗെറ്റ് ഇനഫ് ടൈം ടുമോറോ നാളെ എനിക്ക് ആവശ്യത്തിന് സമയം ലഭിക്കുകയാണെങ്കിൽ, ഇഫ് ഐ ഹാവ് ഇനഫ് ടൈം ടുമോറോ എനിക്ക് നാളെ ആവശ്യത്തിന് സമയം ഉണ്ടാവുകയാണെങ്കിൽ, ഐ വിൽ കം ആൻഡ് സീ യു ഞാൻ നിന്നെ വന്ന് കാണും. മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത് വിൽ പ്ലസ് ഇൻഫിനിറ്റീവ് ആണ്. ഇഫ് ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഹാവ് എന്ന വെർബ് ഓക്സിലറി മാത്രമല്ല, അത് മെയിൻ വെർബായും യൂസ് ചെയ്യും. മെയിൻ വെർബായി യൂസ് ചെയ്യുമ്പോൾ ഹാവ് ആണ് അതിന്റെ V1.
അതിന്റെ V2 ഹാഡ് ആണ്, അതിന്റെ V3യും ഹാഡ് ആണ്. ഫാക്ടറി അടച്ചു പൂട്ടുകയാണെങ്കിൽ കുറെ പേർക്ക് ജോലി നഷ്ടമാവും. റിയലും പോസിബിളും ആയ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. ഫാക്ടറി അടച്ചു പൂട്ടുക, ഫാക്ടറി ക്ലോസ് ഡൗൺ. ഫാക്ടറി സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ ക്ലോസസ് ഡൗൺ എന്ന് പറയും. ഫാക്ടറി അടച്ചു പൂട്ടുകയാണെങ്കിൽ ഇഫ് ദ ഫാക്ടറി ക്ലോസസ് ഡൗൺ, ഒരുപാട് പേർക്ക് ജോലി നഷ്ടമാവും. മെനി പീപ്പിൾ, ഒരുപാട് പേർ എന്ന് പറയുമ്പോൾ മെനി പീപ്പിൾ വിൽ ലൂസ് ദെയർ ജോബ്സ്, ഒരുപാട് പേർക്ക് അവരുടെ ജോലി നഷ്ടമാവും. ഇഫ് ദ ഫാക്ടറി എന്ന് പറയുന്നത് നമ്മളൊരു പ്രത്യേക ഫാക്ടറിയെ കുറിച്ചാണ് പറയുന്നത്, സൂചിപ്പിക്കാനാണ് നമ്മൾ ദ ഫാക്ടറി എന്ന് പറയുന്നത്. ഇഫ് ദ ഫാക്ടറി ക്ലോസസ് ഡൗൺ മെനി പീപ്പിൾ വിൽ ലൂസ് ദെയർ ജോബ്സ്, ഒരുപാട് പേർക്ക് അവരുടെ ജോലി നഷ്ടമാവും. ഫാക്ടറിക്ക് ശേഷം നമ്മൾ ക്ലോസ് എന്ന വെർബിന്റെ കൂടെ ഒരു എസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക, കാരണം ഫാക്ടറി സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഈ സെന്റൻസ് ഫസ്റ്റ് കണ്ടീഷണലാണ്, കാരണം നമ്മൾ സംസാരിക്കുന്ന റിയലും പോസിബിളും ആയ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ്. രാഹുലിനെ പാർട്ടിക്ക് ക്ഷണിക്കേണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ അതാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നർത്ഥം. വി ഹാവ് ഡിസൈഡഡ്, എന്താ തീരുമാനിച്ചിട്ടുള്ളത്? ക്ഷണിക്കേണ്ട എന്ന്. നോട്ട് ടു ഇൻവൈറ്റ് രാഹുൽ ടു അവർ പാർട്ടി. രാഹുലിനെ ക്ഷണിക്കാനാണ് തീരുമാനം എന്ന് പറയാനോ? വി ഹാവ് ഡിസൈഡഡ് ടു ഇൻവൈറ്റ് രാഹുൽ എന്ന് പറയും. വി ഹാവ് ഡിസൈഡഡ് ടു ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നർത്ഥം. ക്ഷണിക്കേണ്ട എന്നാണ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് വി ഹാവ് ഡിസൈഡഡ് നോട്ട് ടു ഇൻവൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ നോട്ട് ഉപയോഗിച്ചത് ടൂവിന് മുന്നിലാണ് കേട്ടോ. വി ഹാവ് ഡിസൈഡഡ് ടു നോട്ട് ഇൻവൈറ്റ് എന്ന് പറയുന്നതിലും നല്ലതാണ് വി ഹാവ് ഡിസൈഡഡ് നോട്ട് ടു ഇൻവൈറ്റ് എന്ന് പറയുന്നത്. വി ഹാവ് ഡിസൈഡഡ് നോട്ട് ടു ഇൻവൈറ്റ് ആരെ? രാഹുലിനെ ടു അവർ പാർട്ടി. ഞങ്ങളുടെ പാർട്ടിക്ക് രാഹുലിനെ വിളിക്കേണ്ട എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നർത്ഥം. അതിന് കാരണമായി പറയുന്നത് അവനെ ക്ഷണിക്കുകയാണെങ്കിൽ ഇഫ് വി ഇൻവൈറ്റ് ഹിം, അവന്റെ ഫ്രണ്ട്സിനെയും ക്ഷണിക്കേണ്ടി വരും. വി വിൽ ഹാവ് ടു ഇൻവൈറ്റ് ഹിസ് ഫ്രണ്ട്സ് ടു. ഇഫ് വി ഇൻവൈറ്റ് ഹിം, സിമ്പിൾ പ്രസന്റിലാണ് ഈ ക്ലോസ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള ടൈപ്പ് 1 കണ്ടീഷനിലാണ്. വി വിൽ ഹാവ് ടു ഇൻവൈറ്റ് ഹിസ് ഫ്രണ്ട്സ് ടു, അവന്റെ സുഹൃത്തുക്കളെയും എന്ന അർത്ഥത്തിലാണ് ഫ്രണ്ട്സ് ടു എന്ന് പറയുന്നത്. നമ്മളിവിടെ ലാസ്റ്റ് ടു എന്നൊരു അഡ്വർബ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം അവന്റെ സുഹൃത്തുക്കളെയും വിളിക്കേണ്ടി വരുന്നതാണ്. വി വിൽ ഹാവ് ടു ഇൻവൈറ്റ് ഹിസ് ഫ്രണ്ട്സ് ടു, അവന്റെ സുഹൃത്തുക്കളെയും വിളിക്കേണ്ടി വരും. ടൈപ്പ് 1 കണ്ടീഷനിലാണ് ഈ സെന്റൻസ്. നമ്മൾ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്തു, മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1. ഞാൻ പറഞ്ഞല്ലോ ഹാവ് എന്ന് പറയുന്നത് V1 കൂടിയാണ്. വിൽ പ്ലസ് V1 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സംഭവിച്ചത് എന്താണെന്ന് ഞാൻ അവനോട് പറഞ്ഞില്ല. ഐ ഡിഡിൻ ടെൽ. ആരോട്? അവനോട്. ഐ ഡിഡിൻ ടെൽ ഹിം. എന്താ പറയാതിരുന്നത്? സംഭവിച്ചത് എന്താണെന്ന്. വാട്ട് ഹാപ്പൻഡ്. ഐ ഡിഡിൻ ടെൽ ഹിം വാട്ട് ഹാപ്പൻഡ്. സംഭവിച്ചത് എന്താണെന്ന് ഞാൻ അവനോട് പറഞ്ഞില്ല. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണിത്. നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമ്മൾ ഊഹിച്ചു പറയണം. പറഞ്ഞാലും അവൻ വിശ്വസിക്കില്ലായിരുന്നു. പറഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം, പക്ഷെ പറഞ്ഞിരുന്നെങ്കിലും അവൻ വിശ്വസിക്കില്ലായിരുന്നു. ഇമാജിനറി ആയ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. ടൈപ്പ് 3 കണ്ടീഷനിലാണ് യൂസ് ചെയ്യുന്നത്. പറഞ്ഞിരുന്നെങ്കിലും ഇഫ് ഐ ഹാഡ് ടോൾഡ് ഹിം. ടൈപ്പ് 3 കണ്ടീഷനിൽ നമ്മൾ ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നു പറഞ്ഞല്ലോ. ഇഫ് ഐ ഹാഡ് ടോൾഡ് ഹിം ഹി വുഡ് നോട്ട് ഹാവ് ബിലീവ്ഡ് മീ. ഞാൻ പറഞ്ഞിരുന്നെങ്കിലും അവൻ എന്നെ വിശ്വസിക്കില്ലായിരുന്നു. മെയിൻ ക്ലോസിലെ വുഡ് ഹാവ് പ്ലസ് V3 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെഗറ്റീവ് വെർബ് ആയതുകൊണ്ട് വുഡ് നോട്ട് ഹാവ് പ്ലസ് V3 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നെങ്കിലും അവൻ വിശ്വസിക്കില്ലായിരുന്നു. ഐ ഡിഡിൻ ടെൽ ഹിം വാട്ട് ഹാപ്പൻഡ് ഇഫ് ഐ ഹാഡ് ടോൾഡ് ഹിം. ഞാൻ പറഞ്ഞിരുന്നുവെങ്കിലും അവൻ എന്നെ വിശ്വസിക്കില്ലായിരുന്നു. അവന്റെ നമ്പർ അറിയുമെങ്കിൽ ഞാൻ അവനെ വിളിക്കുമായിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ്. എനിക്ക് നമ്പർ അറിയില്ല. പ്രസന്റിലുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്, പാസ്റ്റിലുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചല്ല പറയുന്നത്. പാസ്റ്റിലുള്ള സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ടൈപ്പ് 3 ആണ് യൂസ് ചെയ്യുക. ഇത് പ്രസന്റിലാണ് എന്ന രീതിയിലാണ് നമ്മളിവിടെ ടൈപ്പ് 2 കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നത്. അത് ഏത് കണ്ടീഷനിലാണ് നിങ്ങൾ സാധാരണ സംസാരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇത് ഏത് കണ്ടീഷനിൽ ഇവിടെ യൂസ് ചെയ്യണം എന്ന കാര്യത്തിൽ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും നമുക്കറിയാം പ്രസന്റിലുള്ള ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ചാണോ പറയുന്നത്, പാസ്റ്റിലുള്ള ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം. ഇപ്പൊ ഇത് പ്രസന്റിലുള്ള ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ പറയുന്നത്? അവന്റെ നമ്പർ അറിയുമായിരുന്നെങ്കിൽ. ടൈപ്പ് 2 ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അവന്റെ നമ്പർ അറിയുക എന്നതിന് ഐ നോ ഹിസ് നമ്പർ എന്ന് പറയും. ടൈപ്പ് 2 ആകുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ് വേണ്ടത്. ഐ ന്യൂ ഹിസ് നമ്പർ. അറിയുമായിരുന്നെങ്കിൽ ഇഫ് ഐ ന്യൂ ഹിസ് നമ്പർ, എനിക്ക് അവന്റെ നമ്പർ അറിയുമായിരുന്നെങ്കിൽ ഞാൻ അവനെ വിളിക്കുമായിരുന്നു. അവനെ വിളിക്കും എന്നതിന് ഐ വിൽ കോൾ ഹിം എന്ന് പറയും. പാസ്റ്റ് ഫോം എന്താണ്? വുഡ് കോൾ ഹിം. ഇഫ് ഐ ന്യൂ ഹിസ് നമ്പർ ഐ വുഡ് കോൾ ഹിം. ഞാൻ അവനെ വിളിക്കുമായിരുന്നു. ടൈപ്പ് 2 കണ്ടീഷണലിലാണ് ഈ സെന്റൻസ് കേട്ടോ. ടൈപ്പ് 3 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇഫ് ഐ ഹാഡ് നോൺ ഹിസ് നമ്പർ ഐ വുഡ് ഹാവ് കോൾഡ് ഹിം. ഞാൻ അവനെ വിളിക്കുമായിരുന്നു. ന്യൂ എന്ന സിമ്പിൾ പാസ്റ്റിന് പകരം നമ്മൾ ഹാഡ് നോൺ എന്ന പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യും. പിന്നെ വുഡ് ഹാവ് പ്ലസ് V3 യൂസ് ചെയ്യും. ഐ വുഡ് ഹാവ് കോൾഡ് ഹിം. നിനക്ക് സുഖമില്ലായിരുന്നു എന്ന് എനിക്ക് അറിയുമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വന്ന് കാണുമായിരുന്നു. നിനക്ക് സുഖമില്ലായിരുന്നു. നമ്മളിവിടെ ഇമാജിനറി ആയ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്, കാരണം ഞാൻ കാണാൻ പോയിട്ടില്ല.
അറിയുമായിരുന്നെങ്കിൽ പോവുമായിരുന്നു എന്നാണ് പറയുന്നത്. പാസ്റ്റിലുള്ള ഒരു ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. നിനക്ക് സുഖമില്ലായിരുന്നു, യു വേർ ഇൽ. എനിക്ക് അറിയുമായിരുന്നെങ്കിൽ, പാസ്റ്റിലുള്ള സിറ്റുവേഷനെ കുറിച്ച് പറയാൻ, പാസ്റ്റ് ഇമാജിനറി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ ടൈപ്പ് 3 യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. എനിക്ക് അറിയുക എന്നതിന് ഐ നോ എന്ന് പറയും. നമുക്കതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് പറയേണ്ടത്. ഇഫ് ഐ ഹാഡ് നോൺ, നോ എന്നതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് നോൺ ആണ്. ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ് യു വേർ ഇൽ. ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ് യു വേർ ഇൽ. നിനക്ക് സുഖമില്ലായിരുന്നു എന്ന് എനിക്ക് അറിയുമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വന്ന് കാണുമായിരുന്നു. ഐ വുഡ് ഹാവ് കം ടു സീ യു. ഞാൻ നിന്നെ വന്ന് കാണുമായിരുന്നു. ഇഫ് ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത് വുഡ് ഹാവ് പ്ലസ് V3 ആണ്. കം എന്ന വെർബിന്റെ V1ഉം V3യും കം തന്നെയാണ്. അതിന്റെ V2 കെയും ആണ്. നമുക്കിതിനെ ടൈപ്പ് 2 കണ്ടീഷനിൽ ഉപയോഗിച്ചാണ് പറയേണ്ടതെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ പറയാം. ഹാഡ് നോട്ടിന് പകരം അതിന്റെ സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഉപയോഗിക്കും. ഇഫ് ഐ ന്യൂ ദാറ്റ് യു വേർ ഇൽ ഐ വുഡ് കം ടു സീ യു. ഞാൻ നിന്നെ വന്ന് കാണുമായിരുന്നു. ഇഫ് ഐ ന്യൂ ദാറ്റ് യു വേർ ഇൽ ഐ വുഡ് കം ടു സീ യു. ഇവിടെ നമ്മൾ ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്തു, മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 യൂസ് ചെയ്തു. നല്ല ഭംഗിയുള്ള സീനറി ആയിരുന്നു. ദ സീനറി വാസ് ബ്യൂട്ടിഫുൾ. സീനറി എന്ന നൗണിന്റെ കൂടെ അതിന് പ്ലൂറൽ ഫോംസ് ഇല്ല കേട്ടോ. എപ്പോഴും സീനറി എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ സിംഗുലർ വെർബും യൂസ് ചെയ്യണം. ദ സീനറി വാസ് ബ്യൂട്ടിഫുൾ. പാസ്റ്റിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് വാസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കുമായിരുന്നു. നമ്മളിവിടെ പാസ്റ്റിലെ ഇമാജിനറി സിറ്റുവേഷൻ ആണ്. ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല കാരണം കയ്യിൽ ക്യാമറ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് പറയേണ്ടത്. അൺറിയൽ സിറ്റുവേഷൻ ആണ്. ഫോട്ടോസ് എടുക്കുക എന്നതിന് ടേക്ക് സം ഫോട്ടോസ് എന്ന് പറയും. എൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ട് എന്ന് എങ്ങനെയാ പറയാ? ഐ ഹാവ് എ ക്യാമറ. എൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നും ഇഫ് ഐ ഹാഡ് എ ക്യാമറ. നമ്മളവിടെ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് അതിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാവ് എന്ന വെർബിന്റെയും ഹാഡ് എന്ന വെർബിന്റെയും പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹാഡ് ആണ്. രണ്ട് ഹാഡ് യൂസ് ചെയ്യുമ്പോൾ അത് എന്താണെന്ന് സംശയിക്കരുത്. അത് ഹാവിന്റെയും ഹാഡിന്റെയും ഒക്കെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. നമുക്കിവിടെ ടൈപ്പ് 3 കണ്ടീഷണലിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിങ്ങനെ പറയാം. ഇഫ് ഐ ഹാഡ് എ ക്യാമറ വിത്ത് മീ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഐ വുഡ് ഹാവ് ടേക്കൺ സം പിക്ചേഴ്സ്. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കുമായിരുന്നു. വുഡ് ഹാവ് പ്ലസ് V3 ആണ് മെയിൻ ക്ലോസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ടൈപ്പ് 3 കണ്ടീഷണലിൽ നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യുക. ഹാഡ് മനസ്സിലായല്ലോ. അത് ഹാവിൻ്റെയും ഹാഡിൻ്റെയും പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാഡ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള സീനറിയാണ്. നമ്മൾ ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ല. ഇപ്പം ക്യാമറ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ സീനറിയുടെ ഫോട്ടോ എടുക്കുമായിരുന്നു എന്നാണ് പറയേണ്ടത്. ദ സീനറി ഈസ് ബ്യൂട്ടിഫുൾ. ഇവിടെ നമ്മൾ ടൈപ്പ് 2 കണ്ടീഷണലാണ് യൂസ് ചെയ്യുക. അതായത് നമ്മൾ ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുക. ഇഫ് ഐ ഹാഡ് എ ക്യാമറ വിത്ത് മീ ഐ വുഡ് ടേക്ക് സം പിക്ചേഴ്സ്. എൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കുമായിരുന്നു. ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു. ഹാവിൻ്റെ സിമ്പിൾ പാസ്റ്റ് ആണ് ഹാഡ്. ഹാവിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാഡ്. ഹാഡിൻ്റെയും പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് തന്നെയാണ്. ഐ വുഡ് ടേക്ക് സം പിക്ചേഴ്സ്. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കുമായിരുന്നു. എനിക്ക് വിശപ്പില്ല. ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഐ ആം നോട്ട് ഹംഗ്രി. വിശപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇഫ് ഐ വാസ് ഹംഗ്രി അല്ലെങ്കിൽ ഐ വേർ ഹംഗ്രി. നമ്മൾ ടൈപ്പ് 2 കണ്ടീഷണലിൽ നമ്മൾ വേർ കോമൺ ആയി യൂസ് ചെയ്യുന്നു പറഞ്ഞിരുന്നു. ഇഫ് ഐ വേർ ഹംഗ്രി അല്ലെങ്കിൽ ഇഫ് ഐ വാസ് ഹംഗ്രി ഐ വുഡ് ഈറ്റ് സംതിങ്. ഞാൻ എന്തെങ്കിലും കഴിക്കുമായിരുന്നു. ഇപ്പോൾ വിശപ്പില്ല എന്നാണ് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രസൻറ്റിലുള്ള ഒരു അൺറിയൽ സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ടൈപ്പ് 2 കണ്ടീഷണൽ യൂസ് ചെയ്തത്. ഇഫ് ഐ വാസ് ഹംഗ്രി ഐ വുഡ് ഈറ്റ് സംതിങ്. ഇനി ഇത് നോക്കൂ. എനിക്ക് വിശപ്പില്ലായിരുന്നു. പാസ്റ്റിലുള്ള സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. ഐ വാസ് നോട്ട് ഹംഗ്രി. വിശപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കുമായിരുന്നു. പാസ്റ്റിലെ ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ച് പറയാൻ നമ്മൾ ടൈപ്പ് 3 കണ്ടീഷനിലാണ് പറയാം. അപ്പോൾ വാസിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് എന്താണ്? ഹാഡ് ബീൻ. ഇഫ് ഐ ഹാഡ് ബീൻ ഹംഗ്രി ഐ വുഡ് ഹാവ് ഈറ്റൺ സംതിങ്. ഞാൻ എന്തെങ്കിലും കഴിക്കുമായിരുന്നു. ഇവിടെ ഉപയോഗിച്ചത് ടൈപ്പ് 3 കണ്ടീഷണലാണ് കേട്ടോ. നേരത്തെ സെന്റൻസിൽ ഉപയോഗിച്ചത് ടൈപ്പ് 2 കണ്ടീഷണലാണ്. കാരണം കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ പ്രസന്റിലുള്ള ഒരു അൺറിയൽ സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് പാസ്റ്റിലുള്ള ഒരു അൺറിയൽ സിറ്റുവേഷനെ കുറിച്ചാണ്. നിന്നെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഹായ് പറയുമായിരുന്നു. നേരത്തെ നടന്നിരുന്ന കാര്യങ്ങളാണ്. നമുക്കിവിടെ ടൈപ്പ് 3 കണ്ടീഷണൽ യൂസ് ചെയ്യാം. നിന്നെ കണ്ടിരുന്നു ഐ സോ യു. അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് എന്താണ്? ഇഫ് ഐ ഹാഡ് സീൻ യു. നിന്നെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ
ഞാൻ ഹായ് പറയുമായിരുന്നു. ഐ വുഡ് ഹാവ് സെറ്റ് ഹായ്. സെറ്റ് എന്ന് പറയുന്നത് സേ എന്ന വെർബിന്റെ V3 ആണ്. ഇഫ് ഐ ഹാഡ് സീൻ യു ഐ വുഡ് ഹാവ് സെറ്റ് ഹായ്. ഞാൻ ഹായ് പറയുമായിരുന്നു. ഇവിടെ ഇഫ് ക്ലോസിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്തു, മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 യൂസ് ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഫ് ക്ലോസസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് 4 തരത്തിലുണ്ട്. ഇതിൽ ഏറ്റവും കോമൺ ആയി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആണ്. ടൈപ്പ് 1 നമ്മൾ റിയലും പോസിബിളും ആയ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാനാണ് യൂസ് ചെയ്യുക. ടൈപ്പ് 2ഉം ടൈപ്പ് 3യും ഇമാജിനറി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുക. പ്രസന്റിലുള്ള ഇമാജിനറി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ ടൈപ്പ് 2 യൂസ് ചെയ്യുക. പാസ്റ്റിലുള്ള ഇമാജിനറി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ ടൈപ്പ് 3 യൂസ് ചെയ്യുക. ഇതിന്റെ 3ന്റെയും ഫോം നിർബന്ധമായും അറിഞ്ഞിരിക്കണം. മിക്സ് ചെയ്ത് ഉപയോഗിക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലുള്ള മറ്റു വീഡിയോസും കാണുക. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക്, ഇത് യൂസ്ഫുൾ ആയവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഗ്രാമർ ലെസൺസോ വർക്ക്ഷീറ്റ്സോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ perfectyorenglish.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത്ര വർക്ക്ഷീറ്റ്സും ലെസൺസും ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.